ഹലോ ഫ്രണ്ട്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്നത്തെ ഒരു ഓഫ് ഡേ വ്ലോഗാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അലാറം വയ്ക്കാതെ ആകെ എഴുന്നേക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ഓഫ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റെസ്റ്റ് കിട്ടില്ലാത്തൊരു ദിവസമാണ്. കാരണം നമ്മളെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നമുക്കൊന്ന് പുറത്തു പോകാനും പിന്നെ നമുക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള ഒരു ദിവസമാണ്. യൂഷ്വലി ഫ്രൈഡേയ്സ് ഞാൻ കുക്ക് ചെയ്യാറേ ഇല്ല. മോസ്റ്റ്ലി ഫ്രൈഡേയ്സിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ ലോണ്ട്രി ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, അങ്ങനെ വീട്ടിലെ പെൻഡിങ് വർക്ക് എല്ലാം തീർക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ഫ്രൈഡേയും ഒരുപോലെയൊന്നും ആവില്ല കേട്ടോ. ഫ്രൈഡേയ്സ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. പക്ഷെ ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് പുറത്ത് പോയി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ ഓരോ തവണ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നിട്ട് അത് ബ്രേക്ക് ആവും. അപ്പം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആവുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ ചിലപ്പോൾ ദേഷ്യം വരുമായിരുന്നു. എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാലും കൺസിസ്റ്റൻസി ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ലൈഫ് എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ എന്നെ തന്നെ ബ്ലെയിം ചെയ്യും. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളായാൽ പോലും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ലൈഫിൽ നമ്മൾ അവരെ പോലെ ചെയ്യുന്നില്ല, ഇവരെ പോലെ ചെയ്യുന്നില്ല എന്ന് ബ്ലെയിം ചെയ്യാതെ എന്നെക്കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ലൈഫിലെ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം ഞാൻ റെഡിയായി. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പുറത്ത് പോവുകയാണ്. ഇന്ന് ഭയങ്കര വിശപ്പുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് ഭയങ്കര ചൂടാണ്. ബഹ്റൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാൻ പോകുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും ഞങ്ങൾ വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡും നല്ലതാണ്. പിന്നെ അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് വരാൻ പറ്റുന്നൊരു കംഫർട്ടബിൾ പ്ലേസ് ആണ്. ഞാനവിടുന്ന് ഓർഡർ ചെയ്ത് അവരുടെ ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ടുള്ള പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അവരുടെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ തന്നെ 2 പേർക്ക് ഷെയർ ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ എൻ്റെ ബില്ലുവിന് ഇന്ത്യൻ ഫുഡ് അത്ര ഇഷ്ടമല്ല. പുള്ളി മോസ്റ്റ്ലി ഗ്രിൽസ്, ബാർബിക്യൂ ഐറ്റംസ് അതൊക്കെയാണ് ഫേവറേറ്റ്. ഫുഡൊക്കെ കഴിച്ചതാ ഇപ്പം തിരിച്ചു വന്നുള്ളൂ. വഴിക്ക് ഒരാളെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് വന്നത്. രാവിലെ തുടങ്ങി ഹാല പറയാനാണ് ഹാലക്ക് ഡേ കെയറിൽ പോണത്. ഞാൻ ഓൾറെഡി ഇന്ന് പറഞ്ഞു ഫ്രൈഡേ ആണെന്ന് പോകണ്ടെന്ന്. നമ്മുടെ അടുത്ത് ഇരിക്കുന്നൊക്കെ കുറേ പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോണത്. സോ കുറേ കരഞ്ഞു. തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് നേരത്തേക്ക് അവളെ അവിടെ ആക്കിയിട്ട് പോന്നു. എല്ലാ ഫ്രൈഡേയ്സും ഇങ്ങനെ പുറത്തൊന്നും പോകാറില്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ രസമുണ്ട്. പക്ഷെ വലിയ രസിക്കാനും വരില്ല. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. നമ്മൾ പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഈ ചൂടും ഈ പുറത്ത് പണിയെടുക്കുന്നവരെയൊക്കെ കഷ്ടപ്പാട് അറിയുള്ളൂ. കാരണം നമ്മളൊക്കെ ഉള്ളിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും AC ഒക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഈ പുറത്ത് നിന്ന് കഷ്ടപ്പെടുന്നവരുടെ ഒരു വില അറിയില്ല. പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ തന്നെ നമുക്ക് ബേൺ ഔട്ട് ആയി പോവാണ്. ഞാൻ ഫുഡ് കഴിച്ച് ഭയങ്കര ഹെവിയായി ഫുഡ് കഴിച്ചത്. പുറത്ത് പോകുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ട് തുണി വിരിച്ചിടാൻ മറന്നു. വീഡിയോസിൽ പറയാറുണ്ട് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഈ ലോണ്ട്രി. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ പെൻഡിങ് ആയിട്ട് എൻ്റെ വീട്ടിലുള്ള ഏറ്റവും പെൻഡിങ് ആയിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് ലോണ്ട്രി ആയിരിക്കും കേട്ടോ. ഇനി കുറച്ച് നേരം ഒരു 2 hours ഒന്ന് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് ഇനി ഹാലാനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പം അതിനു മുമ്പ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഈ ഏരിയയിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു കോൾഡ് സ്റ്റോർ അവൈലബിലിറ്റി ഇല്ല. കാരണം ലുലു തൊട്ട് അടുത്തായതുകൊണ്ട്
മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാവരും ലുലു പോയി തന്നെയാണ് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരു ചെറിയൊരു കഫറ്റീരിയോ അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറോ ആകെ എന്തോ ഒരെണ്ണം എന്തോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അടുത്ത് ഒരു പുതിയൊരു കഫറ്റീരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നേരെ പോയിട്ട് ഹാലാനെ പിക്ക് ചെയ്യണം. ഹാലാനെ എടുത്തിട്ട് വരാം. അവള് കുറേ നേരമായി പോയിട്ട് ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് അവള് വരാൻ റെഡി ആവണില്ല. അവളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കുകയാണ്. ഇനി സമയമില്ല. എനിക്ക് ആകെ ഒരു ദിവസം അവളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റണത്, അതും അവള് പോകും. സോ അതുകൊണ്ട് വേഗം അവളിപ്പോ എടുത്തിട്ട് ഇനി വരാം. ടയർഡായോ? ഇവിടെ നോക്ക്, ചാക്കിനെ നോക്ക്. ഇന്നിങ്ങനെ ഒരു വലിയൊരു ലോങ് വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു വീഡിയോയിൽ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ വേറൊന്നുമല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ലൈഫ് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു പഴയ വീഡിയോ, അതായത് ഒരു 1 year മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ കാര്യം, എനിക്ക് വെറുതെ ആ വീഡിയോസ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് അന്നത്തെ ലൈഫ് ഒന്ന് ഓർക്കാനും ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഒന്നും പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും വീഡിയോസ് എടുത്ത് നോക്കാറുണ്ട്. അതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. എൻ്റെ ചാനലിൽ ഒരു 10.6K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 10.6K എന്ന് പറയുന്ന ഈ നമ്പർ എനിക്ക് ഭയങ്കര വലുതാണ്. ഈ പറയുന്ന എല്ലാവരുടെ വീഡിയോസ് കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽസ് ഉണ്ട്. ഞാൻ എല്ലാവരുടെ വീഡിയോ ഒന്നും ഇരുന്ന് കാണുന്നില്ലല്ലോ. അപ്പൊ അതൊന്നും എൻ്റെ ഒരു പ്രശ്നമല്ല. പക്ഷെ മോസ്റ്റ്ലി എനിക്ക് വരുന്ന വ്യൂസ് ഉണ്ടല്ലോ, അതായത് എൻ്റെ ഒരു ആവറേജ് വ്യൂസിൽ ആളുകൾക്ക് എന്താണ് മീൻസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാട്ടോ, വീഡിയോസ് ഇഷ്ടമായില്ല. കാരണം എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നൊരു ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഇഷ്ടമല്ലാണ്ടിരുന്ന് കാണുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നും. കാരണം വീഡിയോസിന് ഇടുന്ന ലൈക്സ് തന്നെയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ആരെയും ബ്ലെയിം ചെയ്ത് പറയുന്നില്ല. ആരോടും നിർബന്ധം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്താലേ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെ ഒന്നും നിർബന്ധം പറഞ്ഞിട്ട് പറയണില്ല. ബട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ഫീലിങ്സ് പറയുന്ന കേട്ടോ. എൻ്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കാണുന്നത് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ കണ്ടിട്ട് എൻ്റെ ചാനലിലെ എൻഗേജ്മെന്റ് കുറയാണ്. കാരണം ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മീൻസ് ലൈക്ക് പോലും ചെയ്യില്ലാത്ത കുറെ പേരുണ്ട്. എനിക്കറിയാം ഇപ്പൊ ചിലപ്പോ ഞാൻ പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. എല്ലാവരും അന്നേ ഒരിക്കലും പറയില്ല. കാരണം ഓരോരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും ഐ എം സോ ഗ്രേറ്റ്ഫുൾ. പക്ഷെ ഈ ഒരു കാര്യം ഞാൻ കുറെ നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ഹേറ്റേഴ്സ് ആണെന്ന് എനിക്ക് ഇടയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമുക്ക് അറിയുന്നവരായിരിക്കും. ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവൻ ഞാനും എല്ലാ ചാനലിലും പോയി ലൈക്ക് ചെയ്യാറോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് യാതൊരു നിർബന്ധം പറഞ്ഞിട്ടും പറയണ കാര്യമല്ല. പക്ഷെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് എന്നെ ഇഷ്ടമില്ലാത്തവരായിരിക്കും. കാരണം നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്താലും ആളുകള് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾ മാത്രമേ ലൈക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ മാത്രമേ കമന്റ് ചെയ്യുള്ളൂ. സോ അതെനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഒരിടയ്ക്ക് വീഡിയോസ് ഒക്കെ കുറച്ചത്. നമുക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ട് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോവും. അത് ഇപ്പൊ പറയണോ എന്ന് ഞാൻ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് പറയുന്നതാണ്. ചിലപ്പോൾ ഞാൻ പറയുന്ന കുറെ പേർക്ക് ഇഷ്ടാവില്ല. മീൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ബട്ട് സ്റ്റിൽ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു വീഡിയോ കാണാണ്ടിരിക്കുക എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും പറയാൻ. ഓക്കെ, കാരണം ഉള്ള എൻഗേജ്മെന്റും കൂടെ കളയാണ്ടിരിക്കാൻ. കാരണം ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. ബട്ട് ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി. എന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, ഗീവ് അപ്പ് ചെയ്യില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രം സീറോയിന്ന് ബിൽഡ് ചെയ്തെടുത്ത ഒരു ഫാമിലിയാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ലോഗ്. ഇന്നത്തെ ഒരു സിമ്പിൾ ഡേ ഓഫ് വ്ലോഗ് ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് എ പാർട്ട് ഓഫ് യുവർ ഡേ വിത്ത് മീ. ആൻഡ് ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വ്ലോഗായിട്ട് കാണാം. See you all in the next vlog, and until then, take care and bye bye.